നമ്മുടെ ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരതിന് പിന്നാലെ ഇതാ രാജ്യത്തെ ഞെട്ടിക്കാൻ രണ്ട് പുതിയ അതിഥികൾ എത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോയും അതിവേഗ റെയിൽ ശൃംഖലയായ നമോ ഭാരത് RRTS-ഉം. ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള മണിക്കൂറുകൾ നീണ്ട യാത്ര ഇനി വെറും മിനിറ്റുകൾക്കുള്ളിൽ തീരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ വമ്പൻ പ്രോജക്റ്റുകളുടെ പ്രത്യേകതകൾ എന്താണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമോ ഭാരതിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇത് വെറും ഒരു ട്രെയിൻ അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ്. നഗരങ്ങളെയും അവയ്ക്ക് ചുറ്റുമുള്ള പ്രധാന കേന്ദ്രങ്ങളെയും തമ്മിൽ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു സെമി ഹൈ സ്പീഡ് റെയിൽ സംവിധാനമാണിത്. ഇതിന്റെ പ്രത്യേകതകൾ കേട്ടാൽ ആരും ഞെട്ടും. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. നേരത്തെ ഡൽഹിയിൽ നിന്ന് മീററ്റിലെത്താൻ 4 മുതൽ 5 മണിക്കൂർ വരെ എടുക്കുമായിരുന്നു. എന്നാൽ ഇനി വെറും 45 മുതൽ 50 മിനിറ്റ് മതി. ഡൽഹിയിലെ സരായ് കാലെ ഖാൻ മുതൽ മീററ്റിലെ മോദിപുരം വരെയാണ് ഈ പാത. സാഹിബാബാദ്, ഗാസിയാബാദ്, മോദിനഗർ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കണക്ടിവിറ്റിയാണ്. ഡൽഹിയിലെ സരായ് കാലെ ഖാൻ സ്റ്റേഷൻ ഒരു മൾട്ടി മോഡൽ ഹബ്ബാണ്. അതായത് അവിടെ ഇറങ്ങിയാൽ ഡൽഹി മെട്രോയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും നേരിട്ട് കടക്കാം. കൂടാതെ നമോ ഭാരത് ട്രെയിനുകൾ വിമാനയാത്രയ്ക്ക് തുല്യമായ സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് നൽകുന്നത്. ദീർഘദൂര യാത്രക്കാർക്കായി കുഷ്യൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ, യാത്രക്കാർക്ക് സിനിമകളും മറ്റും ആസ്വദിക്കാൻ സ്പീഡ് വൈഫൈ സൗകര്യം, ഓരോ സീറ്റിനടുത്തും USB പോർട്ടുകളും പവർ സോക്കറ്റുകളും, കൂടാതെ പ്രത്യേക ബിസിനസ് ക്ലാസ് അഥവാ പ്രീമിയം കോച്ചും ഉണ്ടായിരിക്കും. കുറച്ചുകൂടി സൗകര്യപ്രദമായ സീറ്റുകളും ലാപ്ടോപ്പ് ചാർജിംഗ് സൗകര്യങ്ങളും ഇതിലുണ്ടാകും. ഓരോ ട്രെയിനിലും സ്ത്രീകൾക്കായി പ്രത്യേക കോച്ച് സംവരണവും ചെയ്തിട്ടുണ്ട്. അടുത്തതായി മീററ്റ് മെട്രോയെ പരിചയപ്പെടാം. കൊച്ചി മെട്രോയിലോ ഡൽഹി മെട്രോയിലോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരുടെ ശരാശരി വേഗത 45 മുതൽ 75 കിലോമീറ്റർ ആണ്. എന്നാൽ മീററ്റ് മെട്രോ പറക്കുകയാണ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് മീററ്റ് മെട്രോ ഓടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോയാണിത്. മീററ്റ് സൗത്ത് മുതൽ മോദിപുരം വരെയുള്ള ദൂരം വെറും 30 മിനിറ്റ് കൊണ്ട് ഈ മെട്രോ താണ്ടും. നമോ ഭാരത് ട്രെയിനുകൾ ഓടുന്ന അതേ ട്രാക്കിലൂടെ തന്നെയാണ് മീററ്റ് മെട്രോയും ഓടുന്നത്. ഇതിനെ ഇന്റഗ്രേറ്റഡ് മോഡൽ എന്നാണ് പറയുന്നത്. അതായത് യാത്രക്കാർക്ക് സ്റ്റേഷന് പുറത്തിറങ്ങാതെ തന്നെ ദീർഘദൂര നമോ ഭാരത് ട്രെയിനിൽ നിന്നും ലോക്കൽ മീററ്റ് മെട്രോയിലേക്ക് മാറിക്കയറാം. കൂടാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും ഇതിലുണ്ട്. ഇത് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കുന്നു. എല്ലാ കോച്ചുകളിലും റിയൽ ടൈം CCTV ക്യാമറകളും അടിയന്തര സാഹചര്യങ്ങൾ ഡ്രൈവറുമായി സംസാരിക്കാനുള്ള സംവിധാനവുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശതാബ്ദി നഗർ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഒരു പ്രധാന കാര്യം പറയുകയുണ്ടായി. മുൻപ് സൂര്യൻ അസ്തമിച്ചാൽ മീററ്റിലെ പല മേഖലകളും വിജനമാവുമായിരുന്നു. ഭയത്തോടെയാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ആധുനികവും സുരക്ഷിതവുമായ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നതോടെ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും യാത്ര കൂടുതൽ സുരക്ഷിതമായിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി ട്രെയിനിൽ വെച്ച് സംവദിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണിത്. ദ്രുതഗതിയിലുള്ള ഇത്തരം വികസനങ്ങൾ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ എളുപ്പമാകും എന്നതിൽ സംശയമില്ല.